കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സംഘർഷത്തിനിടെ UDF പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസിലാണ് അന്വേഷണം തുടരുന്നത്. എന്നാൽ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്നും പോലീസ് CPM തിരക്കഥയിൽ അഭിനയിക്കുന്നു എന്നുമാണ് കോൺഗ്രസിന്റെ വാദം. അതിനിടെ ഇന്ന് പേരാമ്പ്രയിൽ LDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. വർഷ ചേരുകയാണ്. LDF കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് വർഷ ഇന്ന് പേരാമ്പ്രയിൽ. ഒപ്പം ഈ സംഘർഷത്തിൽ ആരാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നത് സംബന്ധിച്ച് ഇത്രയും CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടിട്ടും ഒരു വ്യക്തത കൈവരുന്നില്ല. വാദപ്രതിവാദങ്ങളും വാക്പോരും ശക്തമാണ്. അതേ സ്വപ്ന, ഈ സംഘർഷത്തിനിടെ സ്ഫോടക വസ്തു ആരെറിഞ്ഞു എന്നുള്ളതിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പരസ്പരം പഴി ചേരുന്നൊരവസ്ഥയാണ് UDFും പോലീസും തമ്മിലുള്ളത്. പോലീസാണ് എറിഞ്ഞതെന്ന് UDF ആണ് എറിഞ്ഞതെന്ന് പോലീസും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് പേരാമ്പ്ര പോലീസ് സംഭവത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന സംഭവത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. ഈ പേരാമ്പ്ര ഇൻസ്പെക്ടർ ജംഷീദിന്റെ പരാതിയിലാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതാണ് കേസ്. തുടർന്ന് ഇന്നലെ പേരാമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിൽ SP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അവിടെ, അതായത് പേരാമ്പ്രയിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. ഫോറൻസിക് ഉൾപ്പെടെയുള്ളവർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. തുടർന്നും പരിശോധന ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സജീഷും ഈ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം CPMന്റെയും അതേപോലെ LDFന്റെയും നാടകമാണ് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് CPMന്റെ തിരക്കഥയിൽ പോലീസ് നാടകം കളിക്കുകയാണെന്നുള്ളതാണ് ഈ കോൺഗ്രസിന്റെ ആരോപണം. ശക്തമായി എതിർക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അതിനിടെയാണ് ഇന്ന് പേരാമ്പ്രയിൽ LDF രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുന്നത്. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് പേരാമ്പ്രയിൽ വിശദീകരണ യോഗം നടക്കുമെന്നുള്ള കാര്യം LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പേരാമ്പ്രയിലെ സ്ഥിതി ശാന്തമായതിനു ശേഷം മാത്രമായിരിക്കും വിശദീകരണ യോഗം നടക്കുകയെന്നും തങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകുമെന്നുമാണ് നേതാക്കൾ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തീർത്തും സമാധാനപരമായി തന്നെ വിശദീകരണ യോഗം ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് വ്യക്തമല്ല. കാരണം അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നിലവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. UDF പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്.